ക്രിസ്മസ് ദിനത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ മുനമ്പം സമരസമിതി ആഘോഷങ്ങൾ മാറ്റിവെച്ച് നിരാഹാര സമരം തുടരാനാണ് തീരുമാനം. ജുഡീഷ്യൽ കമ്മീഷനുമായി സമരസമിതി നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന് അറിയിച്ചു. ജനുവരി 4-ന് പരാതിക്കാരെയെല്ലാം നേരിൽ കാണുമെന്ന് ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പറഞ്ഞു. 4-ാം തീയതി മുനമ്പത്ത് പോയിരിക്കുകയാണ്. ഇവരുടെയൊക്കെ താമസവും അവിടുത്തെ സ്ഥിതി ഒന്ന് നേരെ മനസ്സിലാക്കാമെന്ന് ഓർത്തു. അപ്പോൾ റവന്യൂ അതോറിറ്റീസ് എല്ലാം വരും. അവിടെ എന്നെ കാണാൻ അസംബ്ലി ചെയ്യുന്ന ആൾക്കാർക്ക് പറയാനുള്ള അവരുടെ സങ്കടങ്ങളൊക്കെ കേൾക്കും. റിട്ടൺ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എല്ലാവരും തന്നു. ഇനി ഫറൂഖ് കോളേജ് തന്നു. ഏറ്റവും മുഖ്യമായിട്ടുള്ള കക്ഷിയാണ് ഫറൂഖ് കോളേജ്. അവരുടെ അടുത്താണ് ഈ ആൾക്കാരൊക്കെ വസ്തു മേടിച്ചേക്കണേ. പിന്നെ അവിടുത്തെ മുനമ്പൻ നിവാസികൾ ഡോക്യുമെൻ്റൊക്കെ തന്നു. അവരെല്ലാം ഒരു റെപ്രസെൻറ്റേഷനൊക്കെ തന്നിട്ടുണ്ട്. അതുകൂടാതെ ഇനി വഖഫ് ബോർഡാണ് പ്രധാനമായിട്ടും മുഖ്യ കക്ഷി തരാനുള്ള. വഖഫ് ബോർഡിൻ്റെ ലോയർ എന്നെ വന്ന് കണ്ടു. അദ്ദേഹം പറഞ്ഞു താമസിയാതെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്രയാണേലും ഒരു 10 ദിവസത്തിനായി എല്ലാവരുടെയും സ്റ്റേറ്റ്മെൻറ്റ് റിട്ടൺ വെർഷൻ കിട്ടും. അത് കഴിഞ്ഞ് ഹിയറിങ് കളക്ട്രേറ്റിൽ വെക്കാനിരിക്കുകയാണ്. എല്ലാവരും കേൾക്കും. അത് കഴിഞ്ഞ് റിപ്പോർട്ട് ഫെബ്രുവരി കൊടുക്കാമെന്നുള്ളതാണ് എൻ്റെ ധാരണ. ഞാൻ കൊടുക്കുന്നത് തീർച്ചയായിട്ടും പറയുന്നു കൊടുക്കാൻ സാധിക്കും. അലമീൻ നമുക്കൊപ്പം ചേരുന്നു. അലമീൻ, നാളെ ക്രിസ്മസ് ആണ്. ക്രിസ്മസ് ദിനത്തിൽ ആഘോഷങ്ങളെല്ലാം മാറ്റിവെക്കാൻ മുനമ്പംകാർ തീരുമാനിച്ചിരിക്കുകയാണ്. എന്നാണ് കമ്മീഷൻ പറയുന്നത്? സുജയ, സമരം ഒരു ഭാഗത്ത് തുടരുകയാണ്. അതിനിടെയാണ് ജുഡീഷ്യൽ കമ്മീഷൻ തെളിവെടുപ്പും സിറ്റിംഗും ഒരു ഭാഗത്ത് തുടരുന്നത്. അതിനിടയിലാണ് ഇന്നിപ്പോൾ സമരസമിതി പ്രതിനിധികൾ ജുഡീഷ്യൽ കമ്മീഷനെ നേരിട്ട് കണ്ട് അവരുടെ പരാതികളും അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങളുമൊക്കെ ഉന്നയിച്ചിരിക്കുന്നത്. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്ന് മാത്രമല്ല, പ്രശ്നത്തിന് എത്രയും പെട്ടെന്നൊരു പരിഹാരം കാരണം. ക്രിസ്മസ് ദിനത്തിൽ പോലും ആഘോഷങ്ങൾ മാറ്റിവെച്ച നിരാഹാര സമരവുമായി അവിടുത്തെ ആൾക്കാർ മുന്നോട്ട് പോകുമ്പോൾ ആ പ്രശ്നത്തിന്റെ ഗൗരവം അത്രത്തോളം ഉള്ളതുകൊണ്ടാണ് ആ രീതിയിൽ ഒരു സമീപനം സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രശ്നത്തിന് എത്രയും വേഗം പരിഹാരം കാണണം എന്നുള്ളതാണ് സമരസമിതി ജുഡീഷ്യൽ കമ്മീഷനെ അറിയിച്ചിരിക്കുന്നത്. കമ്മീഷൻ പറയുന്നത് 4-ാം തീയതി സ്ഥലം സന്ദർശിക്കും. അവിടെ നേരിട്ടെത്തി ആളുകളുടെ പരാതികൾ കേൾക്കും. അവരുടെ ആവശ്യങ്ങൾ ആ രീതിയിൽ പരിഗണിക്കുകയും ചെയ്യും. എന്ന് മാത്രമല്ല, ഇതിനോടകം തന്നെ പല ആളുകളും അവരുടെ ഭാഗം വിശദീകരിച്ചിട്ടുണ്ട്. വഖഫ് ബോർഡും ഇനി അവരുടേതായിട്ടുള്ള നിലപാട് അറിയിക്കേണ്ടതുണ്ട്. അതെല്ലാം ക്രോഡീകരിച്ച് ഫെബ്രുവരിയിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനാകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ജുഡീഷ്യൽ കമ്മീഷൻ പങ്കുവച്ചിരിക്കുന്നത്. ഏതായാലും പ്രശ്നങ്ങൾ കേട്ട് അതിനൊരു ശാശ്വതമായ പരിഹാരത്തിന് വേണ്ട ക്രിയാത്മകമായ ഒരു ഇടപെടൽ നടത്തുമെന്നുള്ള ഉറപ്പ് തന്നെയാണ് കമ്മീഷൻ നൽകിയിരിക്കുന്നത്. നാളെയും അവിടെ നിരാഹാര സമരം, ക്രിസ്മസ് ദിനത്തിലും നിരാഹാര സമരം തുടരാനാണ് സമരസമിതിയുടെ തീരുമാനം. ഫെബ്രുവരിയിൽ തന്നെ കമ്മീഷന് റിപ്പോർട്ട് സമർപ്പിക്കാനാകുമെന്നുള്ള പ്രതീക്ഷയുമുണ്ട്. സ്വാഭാവികമായും ഇവരുടെ എല്ലാം ആവശ്യങ്ങൾ പരിഗണിച്ച് ഏത് തരത്തിലുള്ള റിപ്പോർട്ട് കമ്മീഷൻ സമർപ്പിക്കുമെന്നുള്ളത് ഈ പ്രശ്നപരിഹാരത്തിന് ഏറെ പ്രധാനമാണ്, ഏറെ നിർണായകമാണ്. ഈ സിറ്റിംഗ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ തുടരുകയാണ്. ഈ സിറ്റിംഗിൽ ഓരോ കക്ഷികളും വന്ന് അവരുടെ നിലപാട് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് കമ്മീഷന്റെ സിറ്റിംഗ് ഉണ്ടായിരുന്നില്ല. അതിനിടയിലാണ് സമരസമിതി പ്രതിനിധികൾ നേരിട്ടെത്തി അവരുടെ പ്രശ്നങ്ങൾ പറയുകയും സിറ്റിംഗും മറ്റ് നടപടിക്രമങ്ങളും പുരോഗമിക്കുമ്പോഴും അതിലൊരു കാലതാമസമില്ലാതെ പ്രശ്നത്തിന് പരിഹാരം വേണമെന്നൊരു ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത്. സുജയ.